നേരത്തെ വി ഡി സതീശിനെ അനുകൂലിച്ചുകൊണ്ട് കണ്ണൂർ ഇരിട്ടിയിൽ ഒരു പ്രകടനം നടന്നിരുന്നു. അവിടെ ഒരു ചെറിയ സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെറിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വീടി തന്നെ നയിക്കട്ടെ എന്നുള്ള പോസ്റ്ററുകളുമായി അവിടെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനത്തിലേക്കാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത്. അജീഷ് ജയകുമാറിന്റെ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തോമസ് വർഗീസ്, അദ്ദേഹത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുൻ DCC ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ സ്ഥലത്തെത്തിയതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ പ്രവർത്തകരുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടായത്? സംഘർഷം നമ്മൾ ആഭ്യന്തര കാര്യങ്ങളാണ്. അതായത് വി ഡി സതീശൻ വരിക എന്നത് നമ്മുടെ ഓരോ പ്രവർത്തകന്മാരുടെയും വലിയ വികാരമാണ്. പക്ഷേ തോമസ് വർഗീസിനെ പോലെ ഒറ്റുകാരൻ തോമസ് വർഗീസ് ഇതിൽ കയറിയിട്ട് ഗ്യാപ്പിൽ ഗോളടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം റീച്ചിന് വേണ്ടി, അതായത് നാട്ടുകാർക്ക് പോലും വിലയില്ലാത്ത സ്വന്തം നാട്ടില് പോലും വിലയില്ലാത്ത നക്കാ പൈസന്റെ വിലയില്ലാത്ത തോമസ് വർഗീസ് ഇപ്പൊ ഇതിലേക്ക് കയറി വന്നത് ഒന്ന് റീച്ചാകണം, എനിക്ക് പോയ ഫൈം തിരിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തോമസ് വർഗീസ് വന്നേ. അപ്പൊ തോമസ് വർഗീസിനോട് പറയാനുള്ളത്, ഒറ്റുകാരനായിട്ട് പുറത്ത് നിന്നാൽ മതി. UDFന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് ചർച്ച ചെയ്യപ്പെടിക്കാനും ഞങ്ങളെ പ്രതിഷേധങ്ങൾ പറയുവാനും അണികളും പ്രവർത്തകന്മാരുടെ തോമസ് വർഗീസിന്റെ ആവശ്യം ഇല്ല. എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം. ഇവിടുത്തെ കാര്യങ്ങൾ MLA സണ്ണി ജോസഫ് തീരുമാനിക്കും, അല്ലാതെ തോമസ് വർഗീസ് അല്ല ഇവിടെ തീരുമാനിക്കുന്നു. ഈ തോമസ് വർഗീസ് എന്ന് പറയുന്നയാൾ നേരത്തെ ഈ സണ്ണി ജോസഫിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഈ പ്രകടനം നടന്ന സ്ഥലത്തേക്ക് എത്തിയതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അദ്ദേഹത്തെ ഈ സ്ഥലത്ത് നിന്ന് ഉന്തുതള്ളി മാറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ പറയുന്നത് തോമസ് വർഗീസ് ഒറ്റുകാരനാണ് എന്നാണ് ഇന്ന് ഈ പ്രകടനം നടത്തിയ ഈ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും VD സതീശനെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഞങ്ങളുടെ പിതാമാകും. ശരി, എന്തായാലും തോമസ് വർഗീസ് പ്രകടനത്തിൽ വന്നതാണ് ഇത്തരത്തിൽ അണികളെ വലിയ രീതിയിൽ പ്രകോപനപരമാക്കിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഒരു മുഖ്യമന്ത്രിയെ ആക്കുമ്പോൾ നേതൃത്വം വലിയ രീതിയിലൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. കാരണം പ്രവർത്തകർ ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി ആവുന്നത്, ആരെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്ന കാര്യം നേതൃത്വം വലിയൊരു കടമ്പ കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.